ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശ് കനകയോട് ചോദിക്കുവാണ്, നയനെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. മോനോട് പറയാതെയാണോ പോയെന്ന് ചോദിക്കുമ്പോൾ, അല്ല പുറത്തോട്ട് പോയി എന്നോട് പറഞ്ഞില്ല, അമ്മയോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാന്ന് പറയും എന്നോടൊന്നും പറഞ്ഞില്ല മോനെ, നിങ്ങൾക്ക് ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയും ഒരു പ്രശ്നവുമില്ല, ഞാൻ മാക്സിമം താന്നു കൊടുത്താൽ നിൽക്കുന്നത്, ഞാനല്ലേ അമ്മ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട്, ഭാര്യ വീട്ടിൽ പോകുമ്പോൾ കൂടെ പോകുന്നതും കൂട്ടിക്കൊണ്ട് വരുന്നതൊന്നും അത്ര താഴ്ന്നു കൊടുക്കലൊന്നും അല്ല മോനെ, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി ജീവിക്കാണ്ട് നിങ്ങൾക്ക് വേണ്ടിയും ജീവിക്കുക, അപ്പോൾ എല്ലാം മാറും, ഞാൻ എന്തായാലും നിങ്ങളുടെ ഇടയ്ക്ക് കയറുന്നില്ല, മോനായിട്ട് തന്നെ വിളിച്ച് സംസാരിക്കുമെന്ന് പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നന്ദുവിനെയാണ്. നന്ദു പുറത്തോട്ട് പോകാൻ വേണ്ടി തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ നയനേച്ചി വിളിച്ചു, എന്നെ ഒന്ന് കാണണം എന്നാണ് പറഞ്ഞ് പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പം അച്ഛനും പറയുന്നുണ്ട്, പോയിട്ട് വാ മോളെ, ഇവിടുന്ന് പോയപ്പോൾ നയനെ ആകെ വിഷമിച്ചാണ് പോയത്, എന്താ കാര്യമെന്ന് അറിയില്ല, ഇനി കനക വല്ലതും പറഞ്ഞോന്നും എനിക്കറിയില്ല, എന്തായാലും പോയിട്ട് വാ, ചായ പോലും കുടിക്കാതെ അന്ന് നയനമോൾ വീട്ടിൽ നിന്ന് പോയത്, നിന്നെ ഒരിക്കലും ഞങ്ങളൊരു കാര്യത്തിനും തടയുന്നതല്ല, പക്ഷെ നീ മനസ്സിലാക്കണം എന്ന് പറയുവാണ് കേട്ടോ. നയന എന്നിട്ടൊരു പാർക്കിൽ ഇങ്ങനെ നന്ദുവിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നന്ദുവിനെ കാണുമ്പോഴേക്കും നയനയ്ക്ക് ആകെ സങ്കടം വരുവാണ് കേട്ടോ. എന്താ ചേച്ചി വിളിച്ചതെന്ന് ചോദിക്കുമ്പം, നീ എല്ലാം എന്നോട് തുറന്ന് പറയുമെന്ന് ഞാൻ ഓർത്തിരുന്നത്, ഞാൻ അനിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്, എനിക്ക് മനസ്സിലായല്ല, പിന്നെ അമ്മ അച്ഛനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു, ചോദിച്ചപ്പോൾ അച്ഛനും പറഞ്ഞു എന്ന് പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പം നയന പറയണേ, എനിക്ക് ഇതിനോടൊരു കാര്യം പറയാനുണ്ട്, ഒരിക്കലും എന്നെ കാണാൻ വേണ്ടിയിട്ട്, എന്നെ പെണ്ണ് കാണാൻ വേണ്ടി വന്നതല്ല ആദർശേട്ടൻ പെണ്ണ് കാണാൻ വന്നത് നവ്യേച്ചീനെയാണ്, എന്നിട്ട് അതിനിടയ്ക്ക് നവ്യേച്ചിയെ അഭിയും കളിച്ച കുറേ കാര്യങ്ങൾ കാരണമാണ് ഞാൻ ആ വീട്ടിൽ ചെന്ന് കയറിയത്, പുറമേ എല്ലാവരും കാണുന്ന പോലെയല്ല, ഞാനും ആദർശേട്ടനും ഇതുവരെ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചിട്ട് പോലുമില്ല, അവിടെയുള്ള എൻ്റെ ആയുസ് മുത്തശ്ശനും മുത്തശ്ശിയും ജീവിച്ചിരിക്കുന്ന കാലം വരെ ഉള്ളൂ എന്ന് പറയണം കേട്ടോ. ഇതൊക്കെ നന്ദി ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇതൊന്നും എന്താ എന്നോട് നേരത്തെ പറയാത്തതെന്ന് ചോദിക്കുമ്പോഴാണ്, ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചേ, എന്തിനാ ചേച്ചി അവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, നിന്നേ പറ്റുള്ളൂ, അത് മുത്തശ്ശിയെ മാത്രം ഓർത്തിട്ടല്ല, നമ്മുടെ അച്ഛനെയും കൂടെ ഓർത്തിട്ടാന്ന് പറയുകയാണ് കേട്ടോ. നമ്മുടെ അച്ഛൻ എന്തോരം വേദനിക്കും നിനക്കറിയോ എന്നിങ്ങനെ ചോദിക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, അത്രയും പ്രശ്നങ്ങൾക്കിടയിലാണ് ഞാൻ നിൽക്കുന്നത്, ഇപ്പം നവ്യേച്ചിയുടെ കാര്യമാണെങ്കിലും നിനക്കറിയാമല്ലോ, അത്രയും നിൽക്കുന്നതിനിടയ്ക്ക് ഇനി നീ കൂടെ ആ വീട്ടിലോട്ട് വരണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അതെവിടെ ചെന്ന് നിൽക്കും എന്നെനിക്കറിയില്ല, ഇപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും ഞങ്ങൾക്കെതിരാവും എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുക, നിൻ്റെ മനസ്സിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കേണ്ട, മറക്കാൻ എനിക്ക് പാടാണ്, പക്ഷേ ഞാൻ മറന്നോളാം എന്നൊക്കെ പറയുവാണ് കേട്ടോ. അങ്ങനെ അവർ കെട്ടിപ്പിടിച്ചെന്ന് കരയുവാണ്. പിന്നെ കാണിക്കുന്ന അനിയനെയാണ്. അനാമികയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഏടത്തിൻ്റെ അമ്മയോട് വന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചേ എന്ന് പറയും, നീ എന്നോട് ഓരോ കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ടല്ലേ ഞാൻ വന്ന് സംസാരിച്ചത്, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്കിടയിൽ നിന്നാൽ പോരെ, എന്തിനാണ് ഈ മുത്തശ്ശനെയൊക്കെ വലിച്ചിഴക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, കല്യാണം ഉറപ്പിച്ചത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയായിട്ടാണ്, അപ്പോൾ അത് പിരിയുമ്പോഴും അതങ്ങനെ തന്നെ വേണം, ഞാനത് അവരോട് തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അനാമിക അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവാണ് കേട്ടോ. ആ സമയത്ത് അനിയും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, കല്യാണം മുടങ്ങുവാണെങ്കിൽ മുടങ്ങട്ടെ, എനിക്കിനി പയ്യാന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. അങ്ങനെ അനാമിക വണ്ടി എടുത്ത് പോകാൻ നേരത്ത് നയനെ വിളിച്ചിട്ട് പറയുകയാണ്, മോളെ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം അനാമിക പറയുന്നുണ്ട്, ഞാനും നിങ്ങളിത് കാണാനിരിക്കുമായിരുന്നു എന്ന് പറയുവാണ്. പിന്നെ കാണിക്കുന്ന ആദർശിനെയാണ് കേട്ടോ. നയനേനും വിളിക്കണോ, വേണ്ട, അവിടെ അച്ഛനെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഗോവിന്ദനെ വിളിക്കുവാണ് കേട്ടോ. അപ്പം പറയുന്നുണ്ട്, പുറത്തെവിടെയോ പോയത്, അടുത്താണെന്ന് തോന്നുന്നത്, അങ്ങോട്ട് വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, മോനോട് പറയാണ്ട് പോയോ, അല്ല ഇവിടെ അടുത്തായിരിക്കും പോയോ, അതായിരിക്കും, ഞാനിവിടെ ഇല്ലായിരുന്നു എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. ഇല്ല മോനെ, ഒന്നും അറിയില്ല എന്നുള്ള രീതി ഗോവിന്ദൻ പറയുവാണ് കേട്ടോ. അപ്പോൾ ആദർശ് ഇങ്ങനെ ഇവിടെ എവിടെയൊക്കെ ആയിരിക്കും പോയതെന്ന് പറഞ്ഞ് ഫോൺ വെക്കുവാണ്. ആ സമയത്ത് അനാമിക നയനെ കാണാൻ വേണ്ടി വരും കേട്ടോ. അപ്പം അനാമികയോട് നയന പറയുകയാണ്, മോള് വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, നന്ദുവിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് എനിക്കറിയാം, അനിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലെങ്കിലും നന്ദുവിൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, നന്ദു ഒരു നല്ല ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അനാമിക പറയും, പിന്നെ എന്തിനാണ് എപ്പോഴും അവർ തമ്മിൽ കാണുന്നതെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, അത് അവനിപ്പോൾ കല്യാണം വേണ്ട, അവന് കവിയായിട്ടും ഒരു ഉത്തരവാദിത്വമൊന്നും ഇല്ലാതെ ഒരു ജീവിതമാണ്, അതാണ് അവന് കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങൾ പോലും ഏറ്റെടുക്കാത്ത, അപ്പോൾ പെട്ടെന്നൊരു ജീവിതം അവനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്, ആ കാര്യങ്ങളൊക്കെ അവൻ നന്ദുവിനോട് പറഞ്ഞിട്ടുള്ളൂ, അവൻ്റെ വിഷമങ്ങൾ കല്യാണം ഇച്ചിരി മാറ്റി വെക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമേ നന്ദുവിൻ്റെ അടുത്ത് പോയിട്ടുള്ളൂ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അതൊക്കെ അവൻ എന്നോട് പറഞ്ഞാൽ എന്താണെന്ന് അനാമിക ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, മോളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്നോട് അവൻ പറഞ്ഞിട്ടുണ്ട്, മോളോട് പറഞ്ഞപ്പോൾ മോള് പറ്റില്ല എന്ന് പറഞ്ഞു കാണും എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ വീട്ടിലോട്ട് വലിഞ്ഞു കയറി വന്നതല്ല ഞാനാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഉറപ്പിച്ചിട്ടാണ് വരുന്നതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പം നയന പറയുന്നുണ്ട്, അത് ശരിയാ, ഞങ്ങളെപ്പോലെ അല്ല മോള് വരുന്നത്,
അതൊക്കെ സത്യമാണ്. എൻ്റെ അമ്മായിയമ്മ പോലും അത് പറയാറുണ്ട്. ശരിക്കുമുള്ള മരുമകളും അനാമികയെന്ന് പറയാറുണ്ടെന്ന് പറയും കേട്ടോ. മോൾ ഓർക്കുന്ന പോലെ ഒന്നുമില്ല, അത്രയും പറയണമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് അതിനെ പറയുമ്പം അനാമിക പറയാം, അത് തന്നെയായിരിക്കും കാര്യം. ആകെ കൂടെ അവിടെ ശരിക്കും കയറി വരുന്ന ഒരു മരുമോൾ ഞാനാണല്ലോ. അപ്പം ഞാൻ അവിടേക്ക് വരുന്നത് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയും എന്നെ ഒഴിവാക്കി അനിയത്തിയെ കയറ്റണമെന്നേ നിങ്ങൾ ഓർക്കുള്ളൂ എന്ന് പറയണം കേട്ടോ. ഇതൊക്കെ കേട്ട് നയനെ ഇങ്ങനെ നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.